ഐ എം സൂസൻ മാത്യു ഫ്രം ബി ഇൻ സ്റ്റൈൽ. ഇന്ന് നമുക്ക് കുറച്ച് ആൻറ്റീക് ലോങ് മാല, അതായത് ഓണം കളക്ഷൻസ് കാണാം. ഇത് നമ്മുടെ ട്രഡീഷണൽ മുല്ലമുട്ട്, പിച്ചിമുട്ട് അങ്ങനെയുള്ള ട്രഡീഷണൽ മാലയുടെ കളക്ഷനാണ്. ഇത് നമുക്ക് നേരിട്ട് സാരി, പട്ടുപാവാട, കുട്ടികൾക്കുള്ള പാവാടയും ബ്ലൗസും അതിൻ്റെ കൂടെയൊക്കെ മാച്ചിങ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് വെയർ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് പിച്ചിമുട്ട് മാല. ഇത് നമ്മുടെ നേരിട്ട് സാരിയുടെ കൂടെയൊക്കെ കറക്റ്റ് മാച്ചിങ് ആയിരിക്കും. ഇതിന് ചെറിയ ഹാങ്ങിങ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ ഹാങ്ങിങ് കമ്മലും ഇതിന് മാച്ചിങ് ആയിട്ടുള്ള മാലയും ബാംഗിൾസും കൂടെ വെയർ ചെയ്തിട്ട് നേരിയ സാരിയൊക്കെ നമ്മൾ ഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട്. നല്ല കേരള തനിമ നമുക്ക് തോന്നിക്കാനായിട്ട് ഇത് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് രണ്ടാമത്തെ മാല പരിചയപ്പെടാം. ഇത് റിയൽ ആൻറ്റീക്കിൽ മേക്ക് ചെയ്തേക്കുന്ന മാലയാണ്. അതേപോലെ തന്നെ ഇത് കേരള സാരിക്ക്, കേരള ഡ്രസ്സ് ഏതാണെങ്കിലും ഇത് എല്ലാത്തിൻ്റെ കൂടെയും സ്യൂട്ട് ആവുന്നതാണ്. ഇതിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ജിമിക്കിയുണ്ട്. ആൻറ്റീക്കിൻ്റെ തന്നെ റൂബി ഗ്രീനും കോമ്പിനേഷൻ ബീഡ്സ് ആണ് ഇതിൻ്റെ ഏറ്റവും അടിവശത്ത് ഡെക്കറേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളതും ലോങ് ലാസ്റ്റ് ചെയ്യുന്നതും, എത്ര പ്രാവശ്യം യൂസ് ചെയ്താലും ഇതിൻ്റെ കളർ ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ ഇതിൽ വർക്കെന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രഡീഷണൽ വർക്കാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് വെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാൻ ഇനി ഇത് വെയർ ചെയ്തൊന്ന് കാണിച്ചു തരാം. ഈ മാല വെയർ ചെയ്യുമ്പം നമുക്ക് ആക്ച്വലി ആവശ്യത്തിന് ലെങ്ത് ഉണ്ട്. ഇനിയും ലെങ്ത് കൂടണം എന്നുണ്ടെങ്കിൽ ബാക്കിൽ ത്രെഡാണ് കൊടുത്തിരിക്കുന്നത്. ത്രെഡ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ജിമിക്കി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും പെർഫെക്റ്റ് ആയിട്ടുള്ള സൈസ്, മീഡിയം സൈസ് ജിമിക്കിയാണിത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പോളിഷ് കൊടുത്തിരിക്കുന്ന ലോങ് ലാസ്റ്റിംഗ് ജിമിക്കിയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ മാല പരിചയപ്പെടാം. ഇത് ശരിക്കും ആൻറ്റീക്കിൽ തന്നെയുള്ള ടെമ്പിൾ ജ്വല്ലറി കളക്ഷനിൽ തന്നെയുള്ള മാലയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൻഡൻറ്റ്. അതേപോലെ തന്നെ ഇതിന് കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലവർ ബേസ് പോലെയാണ്. ഇതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് പേൾസ് കാണാൻ പറ്റും. ഇത് നമുക്ക് ട്രഡീഷണൽ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമുക്ക് ആക്ച്വലി കാഞ്ചീപുരം സാരിക്ക് മാച്ചിങ് ആയിട്ട് ഇടാം. കാരണം ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഇതിലുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നേത് സാരിക്കൊക്കെ ഇട്ടാലും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട്. പ്ലെയിൻ സാരിക്ക് മൾട്ടി കളർ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ ഇത് വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിംഗ് ഉണ്ട്. ഇയറിംഗ് കുറച്ച് ലെങ്തിയാണ്, പക്ഷെ ഭയങ്കര ഭംഗിയുള്ളതാണ് ഇയറിംഗ്. അതിൻ്റെ ഏറ്റവും ലോവർ പോർഷനിലും പേൾസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പേൾസ് ഉള്ളതുകൊണ്ട് നമുക്ക് കേരള സാരിയുടെ കൂടെ, ഓണം സെലിബ്രേഷൻ സാരീസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് വെയർ ചെയ്യാനായിട്ട് കഴിയും. ഏത് കളർ സാരിയുടെ കൂടെ മാച്ച് ആവും എന്നുള്ളതാണ് ഈ സെറ്റിൻ്റെ പ്രത്യേകത. ഇനി ഞാനിത് നിങ്ങൾക്കൊന്ന് വെയർ ചെയ്ത് കാണിച്ചു തരാം. മൾട്ടി കളറിലുള്ള ഈ മാല നേവി ബ്ലൂ കളർ ഡ്രസ്സിൻ്റെ കൂടെയും നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലേ? അതിനോട് അതിൻ്റെ ഇയറിംഗ് നോക്കൂ. ഇത്രയും ലോങ് ഇയറിംഗ് ആകുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ പോകാനായിട്ട് സാധിക്കും. മാച്ചിങ് ബാംഗിൾസും കൂടെ ഇടുകയെന്നുണ്ടെങ്കിൽ ഫുൾ സെറ്റ് കോംബോ ആകും. ഇനി നമുക്ക് അടുത്ത മാല പരിചയപ്പെടാം. ഇതും കേരള സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള മാലയാണ്. ഇതിന് കുറച്ചുകൂടെ ഗോൾഡ് ടോൺ കൂടുതലാണ്. ആൻറ്റീക്ക് ആണെങ്കിൽ തന്നെ കുറച്ച് ഗോൾഡ് ടോൺ കൂടുതലായിട്ടുള്ള മാലയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള ലോക്കറ്റിൽ ക്രീം കളറിലുള്ള ഓഫ് വൈറ്റും ക്രീമും കൂടെ ചേർന്ന ഒരു ടോണിലുള്ള ബീഡ്സ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ലോങ് ആയിട്ടുള്ള മാല തന്നെയാണ്. ഇതിന് ത്രെഡ് വെച്ചിട്ട് നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഈ മാലയും നമുക്ക് കേരള സാരിക്ക്, പട്ടുസാരിക്ക്, അതുപോലെ തന്നെ ഗോൾഡൻ ബോർഡറുള്ള ഏത് പട്ടുസാരി ആണെങ്കിലും, കുട്ടികളുടെ പാവാട ബ്ലൗസ് ആണെങ്കിലും, ഹാഫ് സാരി ആണെങ്കിലും ഒക്കെ വെയർ ചെയ്യാനായിട്ട് കഴിയും. ഏത് ഫംഗ്ഷന് പോകുമ്പോഴും ഇത് അത്ര ഗോഡിയായിട്ടുള്ള ഒരു മാലയല്ല, കുറച്ച് സിമ്പിളായിട്ടുള്ളതാണ്, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. ഞാൻ ഇതിൻ്റെ ഇയറിങ്ങോടെ ഒന്ന് കാണിച്ചു തരാം. ഇയറിങ് അത്ര വലുപ്പമുണ്ടെന്ന് പറയാൻ കഴിയില്ല, പക്ഷെ ചെറുതാണ്. ഇതിൻ്റെ ഏറ്റവും ലോവർ പോർഷനിലും നമ്മൾ പേള് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓഫ് വൈറ്റും ക്രീമും കൂടെ ചേർന്ന ഒരു, തീരെ ഓഫ് വൈറ്റ് അല്ല, പക്ഷേ രണ്ടും കൂടെ ചേർന്ന കളറിലുള്ള പേള് തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ മാലയും കമ്മലും ഒക്കെ ഒന്ന് വെയർ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ആ മാല. ഇത് വളരെ സിമ്പിളായിട്ടുള്ള മാലയാണ്, പക്ഷേ ഈ പെൻഡൻറ്റ് നല്ല എലഗൻ്റാണ്. അതാണ് ഈ മാലയുടെ ഹൈലൈറ്റ്. പിന്നെ ഇതിൻ്റെ കൂടെ വളരെ ചെറിയ ഒരു കുഞ്ഞ് ഡ്രോപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും അടിവശത്ത് പേൾസ് വെച്ചിട്ടുള്ളത് തന്നെ ഇത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ മാലയുടെ കറക്റ്റ് മാച്ച് തന്നെയാണിത്. ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല എലഗൻ ലുക്ക് തോന്നുന്ന ഒരു മാലയും കമ്മലും സെറ്റ് തന്നെയാണ്. ഇനി ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് മാല കാണിക്കാം. ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള മാലയാണ്. ആൻറ്റീക്കിൽ മാറ്റ് ഫിനിഷാണ് ഈ മാലയുടെ പ്രത്യേകത. നമുക്ക് വളരെ എലഗൻ്റ് ആയിട്ടുള്ള മാലയാണ്. ഇതിലും ജേഡും റൂബിയും ഫിക്സ് ചെയ്തിട്ടുള്ള മാലയാണ്. വളരെ നല്ല രീതിയിലുള്ള ഫിക്സിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. എത്ര എലഗൻ്റ് ആണെന്ന് നോക്കൂ. ഇത് ടെമ്പിൾ ജ്വല്ലറി കളക്ഷനിൽ വരുന്നതാണ്. ഇതിൻ്റെ പെൻഡൻറ്റിൻ്റെ ലോവർ പോർഷനിൽ ക്രീം കളറിലുള്ള ബീഡ്സ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്.
ഇതിന് വളരെ നല്ല മാച്ചിങ് ആയിട്ടുള്ള ജിമിക്കിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സൈസ് വളരെ മീഡിയം ആയിട്ടുള്ളതും എന്നാൽ വളരെ ക്യൂട്ടായിട്ടുള്ളതുമായിട്ടുള്ള ജിമിക്കിയാണ്. ഇതിൻ്റെ ഏറ്റവും ലോവർ പോർഷനിൽ ബീഡ്സ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റഡിൻ്റെ പോർഷനിൽ റൂബി സ്റ്റോൺ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ മാറ്റ് ഫിനിഷ് മാല ഒന്ന് വെയർ ചെയ്ത് കാണിച്ചു തരാം. മാറ്റ് ഫിനിഷിലുള്ള ഈ മാലയിൽ റൂബി ഗ്രീനും വൈറ്റ് കുന്തനും വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പെൻഡൻറ്റിൻ്റെ ഏറ്റവും ലോവർ പോർഷനിൽ ക്രീം കളറിലെ മോത്തി വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജിമിക്കിയാണ്. ഒരു മീഡിയം സൈസിനും ഏറ്റവും സ്മോൾ സൈസിനും ഇടയിലുള്ളൊരു സൈസാണിത്. എല്ലാവർക്കും മാച്ചിങ് ആയിട്ടുള്ള ഒരു ജിമിക്കിയാണ്. ഫങ്ഷൻ വെയറായിട്ട് ഒക്കെ നന്നായിട്ട് വെയർ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു മാലയും കമ്മലും സെറ്റാണ്. ഇന്നത്തെ വീഡിയോയിൽ കണ്ട 6 മാലകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കേരളത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നേരിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുള്ള കേശവദാസപുരത്ത് കേദാരം ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഷോപ്പ് നമ്പർ 38 വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഈ മാലയ്ക്കും കമ്മലിനും ചേരുന്ന മാച്ചിങ് ബാംഗിൾസിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഒരുപാട് കളക്ഷൻസ് അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ കണ്ടിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.